ഒരു വലിയ കമ്പനിയാണ് നമ്മുടെ പശ്ചാത്തലം. ആ കമ്പനിയിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കുക. കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ ഹാജരാകാൻ വേണ്ടി. വളരെ ചൂടുള്ള ഒരു മുറിയിലാണ് ഈ ഉദ്യോഗാർത്ഥികളെല്ലാം ഇരിക്കുന്നത്. അവിടെ ഫാനില്ല, എയർ കണ്ടീഷനില്ല, AC ഒന്നുമില്ല. അവിടെ കനത്ത ചൂട് മാത്രം. കുടിക്കാൻ വെള്ളം പോലും അവിടെ കരുതി വെച്ചിട്ടില്ല. കുറേ സമയം കഴിഞ്ഞു, മണിക്കൂറുകൾ കടന്നുപോയി, ഇൻ്റർവ്യൂ തുടങ്ങുന്നില്ല. പലരും ദേഷ്യപ്പെട്ടു, പലരും മാനേജ്മെൻറ്റ് തെറി വിളിച്ചു, ശപിച്ചു, അവിടെ ഇവിടെയും കലിപ്പോടെ നടന്നു. ചില ആൾക്കാർ ഇറങ്ങിപ്പോയി. എന്നാൽ ആനന്ദ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മാത്രം ഒട്ടും പരിഭവിച്ചില്ല. വളരെ ശാന്തനായിട്ട്, വളരെ ആനന്ദ് അങ്ങനെ ഇരിക്കുകയാണ്. കുറേ മണിക്കൂർ കൂടി കഴിഞ്ഞു. പെട്ടെന്ന് ആനന്ദിനെ ഉള്ളിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. ആനന്ദ് ഉള്ളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥൻ ഒരു കത്ത് ആനന്ദിൻ്റെ കൈ കൊടുത്തു. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഭിമുഖം ആ ചൂട് മുറിയിലായിരുന്നു. പ്രതിസന്ധികളിൽ ഒരാളിൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഞങ്ങളുടെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ താങ്കളാണ് വിജയിച്ചത്. അതുകൊണ്ട് താങ്കൾ മാനേജരായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ഷമയ്ക്ക് ഒരാൾ മാത്രമാണ് ക്ഷമയോടെ എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന്. ചെറിയ ചൂടടിച്ചപ്പോഴേ അസ്വസ്ഥരായി. അതുപോലെ AC എവിടെ, ഫാൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് ചീത്തയും വിളിച്ചിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അതായിരുന്നു ആ കമ്പനിയുടെ പരീക്ഷണം. ക്ഷമയെന്നത് വെറും ഒരു കാത്തിരിപ്പല്ല, മറിച്ച് കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പുലർത്തുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ്. പ്രതിസന്ധികളിൽ അക്ഷമരാകരുത്. ക്ഷമാപൂർവ്വം കാത്തിരുന്നാൽ വിജയം ചിലപ്പോൾ നമ്മളെ തേടി വരും എന്നുള്ളത് ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവമാണ്. വിജയം ഒരിക്കലും ഒരു നിമിഷം കൊണ്ട് വരുന്നതല്ല. നമുക്കറിയാം, ഈ നമ്മുടെ ചില ആളുകൾ പറയുന്ന പോലെ ഒമാ നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ലെന്ന് പറയുന്ന പോലെയാണത്. ക്ഷമാപൂർവ്വമുള്ള കാത്തിരിപ്പാണ് എപ്പോഴും വിജയികളെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ പേഷ്യൻ്റായിട്ടിരിക്കുക, വളരെ ക്ഷമയോടെ ഇരിക്കുക. ചിലപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ളത് അർഹമായതാണെങ്കിൽ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.